നീ എന്താ ഇടാ ക്ലാസ്സിൽ പോയിട്ടില്ലേ? എന്താ അച്ഛനും മോനും കൂടി ഒരു ഗൂഢാലോചന? അത് ഓനെ SFI പുറത്താക്കിന്ന്. അത് നന്നായി. ഇപ്പെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. നീ ഇതെങ്ങോട്ടാ? നമ്മൾ സിനിമക്ക് പോന്നാ? പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കിളി പോയി. കാണാൻ വരുന്ന? ഇല്ലടാ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. എനിക്ക് പഠിക്കണം, ഫൈനൽ ഇയറിലെ. നമുക്ക് ലഞ്ച് ബ്രേക്കിനാണ് ഇനി അങ്ങോട്ട് പഠനകാലം. And now we are going to discuss and learn about auditing. All of you have a general idea about auditing. In the previous chapter, we have just mentioned about auditing. The word audit is derived from a Latin word audire, meaning to hear. Auditing is the verification of financial position as disclosed by the financial statements. According to Professor L.R. Dixon, auditing is an examination of accounting whether they correctly What's going on? എനിക്ക് ക്ലാസ്സിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് നീ ആദ്യത്തിൽ ക്ലാസ്സിൽ കയറുന്നത് ഏടാ മനസ്സിലാവാനാ? നിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടപ്പോൾ ഞാൻ കരുതി നീ മിനിമം കേരള മുഖ്യമന്ത്രിയിലാവുന്നു. ഇനി മുതൽ പഠനകാലം എന്നൊക്കെ പറഞ്ഞ് നിന്റെ ആവശ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഡിഗ്രി ഫസ്റ്റ് റാങ്കോടെ പാസ്സാവുന്നു. സത്യത്തിൽ നീ വേറൊരു ആവേശം മാത്രമല്ലേ? എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ മനസ്സ് തുറന്ന് പ്രണയിക്കണം. പ്രേമിക്കണമെന്ന് ഒരു പ്രണയം ഉണ്ടെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. കണ്ട ഓൻ്റെ ഒരു കോൺസെൻട്രേഷൻ കണ്ട ഇതാ ഫോണ് ചാർജ് ഇട്ടിട്ട് പോയതാ, സ്വിച്ച് ഇടാൻ മറന്നു പോയടി. എടാ പ്രണയത്തിൻ്റെ ഒരു നോവുണ്ടോ ചേപ്പി, അതനുഭവിച്ചു തരണം. പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും, ഒന്നിനെ പറ്റിയൊരു ചിന്ത ഉണ്ടാവില്ല. വട്ടാണല്ലേ? അതേടാ, ആ വട്ട് നിനക്കില്ലാത്തതാണ് നിന്റെ കുഴപ്പം. ഈ അടുത്താരെങ്കിലും ഉണ്ടാ? നിന്റെ അടുത്താരെങ്കിലും ഉണ്ടാ? ഉറപ്പല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാ? ഒരു പോളിസി ചേർത്താലോ? നിനക്കൊരു കാര്യം അറിയൂ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ലവേഴ്സാണ്. എൻ്റെ അച്ഛൻ, അപ്പാപ്പൻ, അപ്പാപ്പൻ്റെ അപ്പൻ, അമ്മൂമ്മ, എന്തിന് എൻ്റെ പെങ്ങൾ വരെ ഒളിച്ചോടി കല്യാണം കഴിച്ചാൽ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി, പെങ്ങളെ മാത്രം വീട്ടിൽ കയറ്റിയില്ല. എന്താ? അതാണല്ലോ ഇവിടുത്തെ നാട്ടടപ്പ്. പക്ഷെ കുഴപ്പമില്ലടാ, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നപ്പോൾ ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പം നിന്റെ വീട്ടിലാരും നേരായ വയ്ക്കുണ്ടായിട്ടല്ലേ? എടാ ഓടാ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? എടാ, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചത് എൻ്റെ ആദർശത്തെയാ. എന്നിട്ടിപ്പോൾ എന്തായി? അതിനെ സ്നേഹിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ? ഒരു പോളിസി എടുക്കാന്ന് എനിക്ക് നീ ഉറങ്ങിയാ? കോൺസെൻട്രേഷൻ കണ്ട, അപാര കോൺസെൻട്രേഷൻ. അല്ല, കവിത പാടാന്ന് പറഞ്ഞാൽ ചന്തു ചതിക്കൂ? ചന്തു റെഡിയാ, ഫുഡ് കഴിച്ചിട്ട് വരാന്നാ പറഞ്ഞു. അപ്പൊ അതിനൊരു തീരുമാനമായി. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. നമുക്കൊന്നും കഴിച്ചാലോ? പോടാ. SFI പ്രവർത്തകൻ സുജിത് ലാലിന്റെ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ പ്രതിപക്ഷ MLA PK സദാശിവൻ ശ്രമിക്കുന്നതായി KSO സംസ്ഥാന പ്രസിഡന്റ് ലിജു സെബാസ്റ്റ്യൻ ആരോപിച്ചു. നിരപരാധികളായ KSO പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടി
യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു. പോയി പ്രിയമുള്ളവരെ, ആന്റി ലവ് സ്ക്വാഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെല്ലാം കുറച്ച് പരിഹാസം ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 3 കോളേജിലായി 4 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ നമ്മുടെ കോളേജിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് വെച്ച കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്റെ 1ാം ക്ലാസ് തൊട്ടുള്ള സുഹൃത്തായിരുന്നു അവൾ. ഇപ്പോഴൊരു വിരൂപയായി ജീവിക്കുന്നു. അതുകൊണ്ട് പ്രണയത്തിന്റെ പേരിൽ ഒരു ദുരന്തവും ഇനി അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ സംഘടന ഭാവിയിൽ ഇന്ത്യ മുഴുവൻ ഒരു വൻ ശക്തിയായി മാറുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആകെ 10-20 പേരുണ്ട്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഞാൻ ഈ കോളേജിലുണ്ട്. ചുരുങ്ങിയത് 3 തലമുറകളുടെ പ്രണയം കണ്ട ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോളേജിൽ ഒരു കിണറുണ്ട്. പ്രണയക്കിണർ എന്നാണ് അതിന് വിളിക്കുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. നിങ്ങളിൽ പലർക്കും അതറിയില്ല. ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായപ്പോൾ കോളേജിന് സ്വന്തമായ ഒരു കിണർ വേണമെന്ന് നമ്മൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. ഫണ്ടില്ല എന്ന് പറഞ്ഞ് അവർ കൈമലർത്തി. പക്ഷെ അന്നത്തെ പ്രിൻസിപ്പൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികളോടായി പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തൊരു കിണർ കുഴിക്കാൻ. പക്ഷെ കുട്ടികൾ അതിന് തയ്യാറായില്ല. അപ്പൊ പ്രിൻസിപ്പൽ മറ്റൊരു നമ്പർ ഇട്ടു. മനസ്സിന്റെ ഉള്ളിൽ പ്രണയമുള്ളവരെല്ലാവരും ചേർന്ന് ഒരു കിണർ കുഴിക്കാൻ. പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയോ? അന്ന് കോളേജിലുള്ള ഏകദേശം മുഴുവൻ കാമുകന്മാരെല്ലാവരും കൂടി ചേർന്ന് കിണർ കുഴിക്കാൻ തുടങ്ങി. ഇയാളെ വിളിക്കണ്ടായിരുന്നു. 5-10 ദിവസം കൊണ്ട് ആ കിണറിൽ വെള്ളം കണ്ടു. അവരതിന് പ്രണയക്കിണറുണ്ട്, അതിലെ ജലത്തിന് പ്രണയജലം എന്ന് വിളിച്ചു. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുള്ള പ്രണയം അത് കഴിഞ്ഞ തലമുറയുടെ അവസാനിച്ചു. പെൺകുട്ടികൾ കാരണം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ തലമുറയിലെ പേരൻസാണ്. നമുക്കറിയാം, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തലമുറയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൃദയം തൊട്ടറിയുന്ന പ്രണയം ഉണ്ടായിരുന്നു. ഇവിടെ ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയം നമുക്ക് അനുവദിച്ചു തരും. ഏതായാലും പെൺകുട്ടികൾ മുൻകൈയെടുത്ത് ഒരുമയോടെ നടത്തുന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു പ്രണയവിരുദ്ധ കവിതയാണ്. ചന്തു എന്ന് നമ്മൾ വിളിക്കുന്ന സന്തോഷ് കുമാർ ആലപിക്കുന്ന പ്രണയവിരുദ്ധ കവിത. കവിതയ്ക്ക് ശേഷം ആന്റി ലവ് സ്ക്വാഡിന്റെ ചുണക്കുട്ടികൾ അവതരിപ്പിക്കുന്ന ആന്റി ലവ് ഡാൻസും ഉണ്ടായിരിക്കുന്നു. പ്രണയം, പ്രണയം, പ്രണയമൊരു നോവിൻ കടല, പ്രണയമൊരു തേയല, പ്രണയം ഒരു ക്രൗഞ്ച മിഥുനമാ, പ്രണയമൊരു നോവിൻ കടല, പ്രണയമൊരു. ഇതാണ് എന്റെ പ്രണയവിരോധ കവിത. വീട്ടിൽ നമ്മ പറ്റിച്ച്. പ്രണയം, പ്രണയം. എല്ലാം പോയാ? അയ്യോ, നമ്മൾ ഡാൻസ് കാണാനേ ഒരാളെങ്കിലും ബാക്കി വെക്കായിരുന്നു. ചേറ്റ പ്രതികരിക്കണം.